ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയം മുതൽ ഇഞ്ചിമുള്ളി എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതായാലും പിന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഞ്ചിമുള്ളി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുകി എടുത്ത് അതിനൊന്ന് കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കൂടെ ആയിട്ട് 3-4 പച്ചമുളകും കൂടെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പുളിവെള്ളം കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ വെന്ത് കിട്ടിയിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കരയാണ് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് പയ്യൊന്ന് വറ്റി വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതേ അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഒറ്റ തലയും കൂടെ അങ്ങനെ തിളച്ചതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചട്ടി നേരെ അടുപ്പത്തിൽ നിന്ന് അങ്ങോട്ട് ഇറക്കിയേക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളി വറ്റലമുളകും കറിവേപ്പിലയും കൂടെ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എണ്ണ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ താളിപ്പ് റെഡിയാക്കി നേരെ പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.